നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഭഗവതി ക്ഷേത്രങ്ങളിലൊന്നായ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തെ പറ്റിയാണ് പറയാൻ പോകുന്നത്. എറണാകുളം ജില്ലയിലെ ഈ ക്ഷേത്രം ദൈവിക അനുഭവങ്ങൾക്കും ആത്മീയ അനുഗ്രഹങ്ങൾക്കും സാക്ഷ്യമായി മാറിയിട്ടുണ്ട്. എറണാകുളം ജില്ലയിലെ ചോറ്റാനിക്കരയിലുള്ള പ്രസിദ്ധമായ ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം. ജഗദീശ്വരിയായ ആദിപരാശക്തിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ. ചോറ്റാനിക്കര അമ്മ എന്നറിയപ്പെടുന്ന ഭഗവതിയെ മഹാലക്ഷ്മി ഭാവത്തിൽ മഹാവിഷ്ണുവിനൊപ്പമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അതിനാൽ ലക്ഷ്മി നാരായണ സങ്കല്പത്തിന് ഇവിടെ പ്രത്യേക പ്രാധാന്യം വരുന്നു. കൂടാതെ ഭദ്രകാളി സങ്കല്പത്തിലുള്ള മറ്റൊരു ക്ഷേത്രവും ഇവിടെയുണ്ട്. പ്രധാന ക്ഷേത്രത്തിന് താഴെ സ്ഥിതി ചെയ്യുന്ന ഇത് തന്മൂലം കീഴ്ക്കാവ് എന്നറിയപ്പെടുന്നു. ഭഗവതിക്കും മഹാവിഷ്ണുവിനും ഭദ്രകാളിക്കും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഇക്കാരണത്താലാണ് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന പ്രസിദ്ധമായ നാമങ്ങൾ ഇവിടെ ഉടലെടുത്തത്. 3 പ്രധാന ഭാവങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൽ ഭഗവതിയെ പ്രധാനമായും ആരാധിക്കുക. അതിനാൽ 3 രീതിയിലുള്ള അലങ്കാരവും 3 രീതിയിലുള്ള പ്രത്യേക പൂജയും ഇവിടുത്തെ പ്രത്യേകതയാണ്. വെള്ള വസ്ത്രത്തിൽ പൊതിഞ്ഞ് വിദ്യാസ്വരൂപിണിയായ മഹാസരസ്വതിയായി പ്രഭാതത്തിലും, ചുവന്ന വസ്ത്രത്തിൽ പൊതിഞ്ഞ് ശ്രീ ഭദ്രകാളിയായി ഉച്ചയ്ക്കും, നീലവസ്ത്രത്തിൽ അലങ്കരിച്ച് ദുർഗാ പരമേശ്വരിയായി വൈകുന്നേരവും ആരാധിക്കുന്നു. കൂടാതെ സമ്പത്തിൻ്റെ ഭഗവതിയായ മഹാലക്ഷ്മിയായും ക്ഷേത്രത്തിൽ ശിവസാന്നിധ്യമുള്ളതിനാൽ പാർവതിയായും സങ്കല്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഭഗവതിയുടെ പ്രധാനപ്പെട്ട 5 ഭാവങ്ങളിൽ ആരാധിക്കപ്പെടുന്നതിനാൽ ചോറ്റാനിക്കര അമ്മയെ രാജരാജേശ്വരി അഥവാ ആദിപരാശക്തി ഭാവത്തിലാണ് സങ്കല്പിക്കുന്നത്. മാനസിക രോഗങ്ങളും സ്വഭാവദൂഷ്യങ്ങളും തീരാത്ത ദുഃഖങ്ങളും ചോറ്റാനിക്കര അമ്മ പരിഹരിക്കുമെന്നാണ് വിശ്വാസം. തന്മൂലം ദുരിതം അനുഭവിക്കുന്ന നിരവധി ഭക്തർ ഇവിടെ ഭജനം പാർക്കാൻ എത്താറുണ്ട്. പുരാതന കേരളത്തിലെ 108 ദുർഗാക്ഷേത്രങ്ങളിലൊന്നാണ് ചോറ്റാനിക്കര. ശബരിമലയും ഗുരുവായൂരും ആറ്റുകാലും കൊടുങ്ങല്ലൂരും കഴിഞ്ഞാൽ ഏറ്റവും അധികം ഭക്തർ ദർശനത്തിനെത്തുന്ന കേരളീയ ക്ഷേത്രവും ചോറ്റാനിക്കരയാണ്. ചോറ്റാനിക്കരയിൽ മേൽക്കാവ്, കീഴ്ക്കാവ് എന്നിങ്ങനെ 2 ക്ഷേത്രങ്ങളുണ്ട്. മേൽക്കാവാണ് പ്രധാന ക്ഷേത്രം. കീഴ്ക്കാവ് പ്രധാന ക്ഷേത്രത്തിൻ്റെ താഴെയായി സ്ഥിതി ചെയ്യുന്നു. ആദിപരാശക്തിയുടെ മറ്റൊരു ഭാവമായ ഭദ്രകാളിയാണ് കീഴ്ക്കാവിലമ്മ. ഇവിടെയാണ് ഗുരുതി പൂജ എന്ന പ്രസിദ്ധമായ വഴിപാട് നടത്താറുള്ളത്. ബ്രഹ്മാവ്, ശിവൻ, ഗണപതി, ധർമ്മശാസ്താവ്, സുബ്രഹ്മണ്യൻ, ഹനുമാൻ, ജ്യേഷ്ഠാ ഭഗവതി, നാഗദൈവങ്ങൾ, ബ്രഹ്മരക്ഷസ് എന്നിവരാണ് ക്ഷേത്രത്തിലെ ഉപദേവതകൾ. ഇവരിൽ ശാസ്താവിന് ഈ ക്ഷേത്രത്തിൽ പ്രത്യേക പ്രാധാന്യം കൽപ്പിച്ചു കാണുന്നു. ഭഗവതിയുടെ അംഗരക്ഷകന്റെ ഭാവമാണ് ശാസ്താവിനിവിടെ. അതിനാൽ ശബരിമല തീർത്ഥാടകർ ഇവിടെ ധാരാളമായി സന്ദർശിച്ചു കാണുന്നു. കുംഭമാസത്തിൽ രോഹിണി നാളിൽ കൊടിയേറി ഉത്രം നാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന 9 ദിവസത്തെ ഉത്സവവും ഇതിനിടയിൽ വരുന്ന മകം, പൂരം, തൊഴിലുകളുമാണ് ക്ഷേത്രത്തിലെ പ്രധാന ആണ്ടുവിശേഷങ്ങൾ. കൂടാതെ കന്നിമാസത്തിലെ നവരാത്രി, വിദ്യാരംഭം, വൃശ്ചിക മാസത്തിലെ തൃക്കാർത്തിക എന്നിവ ഇവിടെ വിശേഷ ദിവസങ്ങളാണ്. കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലാണ് ഈ മഹാക്ഷേത്രം. നിത്യേന 5 പൂജകളും 3 ശീവേലികളുമുള്ള മഹാക്ഷേത്രമാണ് ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രം. രാവിലെ 4 മണിക്ക് നട തുറക്കുന്നു. നിർമ്മാല്യ ദർശനമാണ് ആദ്യത്തെ ചടങ്ങ്. തുടർന്ന് അഭിഷേകവും നിവേദ്യവും. പിന്നീട് 4:30 ഉഷപൂജയും 5:30 എതിരേറ്റ് പൂജയും നടത്തുന്നു. ഇവയ്ക്കിടയിൽ 5 മണിക്ക് ശിവന്റെ നടയിൽ ധാരയുമുണ്ട്. എതിരേറ്റ് പൂജ കഴിഞ്ഞാൽ 6:30 ഉഷ ശീവേലി. തൻ്റെ ഭൂതഗണങ്ങൾക്ക് നിവേദ്യം സമർപ്പിക്കുന്നത് ഭഗവതി നേരിട്ട് കാണുന്നു എന്നതാണ് ഇതിന് പിന്നിലുള്ള അർത്ഥം. ശീവേലി കഴിഞ്ഞാൽ 8 മണിയോടെ പന്തീരടി പൂജയും അഭിഷേകങ്ങളും നടത്തുന്നു. അതുകഴിഞ്ഞാൽ 11 മണിക്ക് ശിവന്റെ നടയിൽ വീണ്ടും ധാരയാണ്. 11:30 ഉച്ചപൂജ. ഉച്ചപൂജയ്ക്ക് ശേഷം ഉച്ച ശീവേലി. രാവിലത്തെ ശീവേലിക്കുള്ള അതേ ചടങ്ങാണ് ഇതിനും. തുടർന്ന് 12:30 നട അടയ്ക്കുന്നു. വൈകിട്ട് 4 മണിക്ക് വീണ്ടും നട തുറക്കുന്നു. അതത് ദിവസത്തെ സൂര്യാസ്തമയം അനുസരിച്ചാണ് ദീപാരാധന. പിന്നീട് 7:30 അത്താഴ പൂജയും 8 മണിക്ക് അത്താഴ ശീവേലിയുമാണ്. അത് കഴിഞ്ഞ് 8:30 മേൽക്കാവിൽ നടയടയ്ക്കുന്നു. അതിനുശേഷം കീഴ്ക്കാവിൽ ഗുരുതി പൂജ തുടങ്ങും. ഗുരുതി പൂജ കണ്ടു തൊഴാൻ ധാരാളം ഭക്തരുണ്ടാവും. ബാധോപദ്രവമുള്ളവർ ഈ സമയമാകുമ്പോൾ ഉറഞ്ഞു തുള്ളാൻ തുടങ്ങുന്നത് ചോറ്റാനിക്കരയിലെ പതിവ് കാഴ്ചയാണ്. ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകൾ മണ്ഡപത്തിൽ പാട്ട്, ചതുശ്ശതം, ഗുരുതി പൂജ, ഭജനമിരിക്കുക, പാട്ടും താലിയും സമർപ്പിക്കുക, ശർക്കര സമർപ്പണം എന്നിവയാണ്. ചോറ്റാനിക്കര ക്ഷേത്രത്തിലെ പ്രധാന ആട്ടവിശേഷങ്ങളാണ് കുംഭമാസത്തിൽ രോഹിണി നാളിൽ കൊടിയേറി ഉത്രം നാളിൽ ആറാട്ടോടുകൂടി സമാപിക്കുന്ന കൊടിയേറ്റുത്സവം. അതിനോടനുബന്ധിച്ചുള്ള മകം, പൂരം, തൊഴിലുകളും. 9 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവത്തിന് നിരവധി ഭക്തരാണ് ക്ഷേത്രത്തിലെത്തുന്നത്. ചോറ്റാനിക്കരയിലെ പ്രസിദ്ധമായ ഒന്നാണ് മകം തൊഴൽ. ഉത്സവത്തിനിടയിലെ 7-ാം ദിവസമാണ് പ്രസിദ്ധമായ മകം തൊഴൽ.
വില്ലുമംഗലം സ്വാമിയാർ കീഴ്ക്കാവിലമ്മയെ പ്രതിഷ്ഠിച്ചതും അദ്ദേഹത്തിന് ലക്ഷ്മീനാരായണ ദർശനമുണ്ടായതുമായി പറയപ്പെടുന്ന ഈ പുണ്യദിനത്തിൽ പ്രഭാത പൂജകൾ കഴിഞ്ഞ് നടയടച്ചാൽ ഉച്ചയ്ക്ക് 2 മണിക്ക് തന്നെ നട തുറക്കും. വില്ലുമംഗലത്തിന് ദർശനം നൽകിയ ഭാവത്തിലാണ് അന്ന് ദർശനം. സാധാരണ ദിവസങ്ങളിൽ ചോറ്റാനിക്കര അമ്മ ഇടം കൈകൊണ്ട് അനുഗ്രഹം ചൊരിയുമ്പോൾ മകം തൃക്കാർത്തിക നാളിൽ വലം കൈകൊണ്ട് അനുഗ്രഹം ചൊരിയുന്നു എന്നാണ് വിശ്വാസം. മകം തൊഴിൽ പോലെ പ്രത്യേകതയുള്ള ഒന്നാണ് പൂരം തൊഴിൽ. മകത്തിന് പിറ്റേന്ന് പൂരം നാളും പൗർണമിയും ചേർന്ന് വരുന്ന ദിവസവും അതിവിശേഷമാണ്. പൂരം തൊഴിൽ പുരുഷന്മാർക്ക് ഐശ്വര്യകരമാണ് എന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിലെ മറ്റു പ്രധാന ദിവസങ്ങൾ: ചൊവ്വ വെള്ളി ദിവസങ്ങൾ, വിശേഷിച്ച് മലയാള മാസത്തിലെ ആദ്യത്തെ ചൊവ്വയും വെള്ളിയും. പൗർണമി, അമാവാസി ദിവസങ്ങൾ, എല്ലാ മലയാളം ഇംഗ്ലീഷ് മാസങ്ങളിലെ 1-ാം തീയതി, എല്ലാ മാസവും കാർത്തിക, മകം നക്ഷത്രങ്ങൾ, ജന്മനക്ഷത്ര ദിവസം തുടങ്ങിയവയും ക്ഷേത്രത്തിൽ ദർശനത്തിന് ദിവസങ്ങളാണ്. അമ്മേ നാരായണ എന്ന സ്തുതി ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ ഉടലെടുത്ത പ്രശസ്തവും വ്യത്യസ്തവുമായ ഭഗവതി സ്തുതിയാണ്. ഈ സ്തുതിയിൽ സ്ത്രീലിംഗവും പുല്ലിംഗവും ഒരുമിച്ച് വരുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. അമ്മേ എന്നത് ഭഗവതി സ്തുതിയും നാരായണ എന്നത് മഹാവിഷ്ണുവിൻ്റെ സ്തുതിയുമാണ്. ചോറ്റാനിക്കരയിലെ പ്രതിഷ്ഠയുടെ പ്രത്യേകത കൊണ്ടുണ്ടായതാണ് ഈ സ്തുതി. ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം ദൈവിക അനുഭവങ്ങൾക്കും ആത്മീയമായ അനുഗ്രഹങ്ങൾക്കും കേന്ദ്രമായ ഒരു സ്ഥലമാണ്. നിങ്ങൾക്കും ഈ ദിവ്യ അനുഭവം നേടാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ക്ഷേത്രം സന്ദർശിക്കുക. ദേവിയുടെ അനുഗ്രഹങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ദൈവിക അനുഗ്രഹങ്ങൾ എല്ലായ്പ്പോഴും നിങ്ങളുടെ കൂടെ ഇരിക്കട്ടെ. നന്ദി, നമസ്കാരം.